ജൂൺ 13 നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകിയ തിരിച്ചടിയിൽ കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിനുണ്ടായത്. ഫലസ്തീനിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇറാന്റെ ആക്രമണം. ഇത്തരത്തിൽ കെട്ടിപ്പൊക്കിയ നിരവധി സെറ്റിൽമെന്റുകളാണ് ഇറാന്റെ തിരിച്ചടിയിൽ തകർന്നത്. ഓപ്പറേഷൻ റേസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇറാൻ കടുത്ത പ്രത്യാക്രമണമാണ് നടത്തിയത്. 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും 10,600-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുവെന്നും ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ വ്യക്തമാക്കിയിരുന്നു. അന്ന് താമസ സ്ഥലങ്ങൾ നഷ്ടമായ ഇസ്രായേലികൾ ഹോട്ടലുകളിലും മറ്റുമാണ് അഭയം തേടിയിരുന്നത്. ഇപ്പോൾ ഇവരോട് ഒഴിഞ്ഞു പോകാൻ ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെടുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വീടുകൾ പൂർണ്ണമായും തകർന്നവരാണ് ഹോട്ടലുകളിൽ കഴിയുന്നത്. വീടുകൾക്ക് ചെറിയ കേടുപാടുകൾ മാത്രം സംഭവിച്ചവർ ഇതിനകം തിരിച്ചുപോയിട്ടുണ്ട്. ഭാഗികമായ തകർച്ച നേരിട്ട വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കും. എന്നാൽ വീടുകൾക്ക് പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ഹോട്ടൽ താമസത്തിനുള്ള ഫണ്ട് നൽകില്ലെന്ന് പ്രോപ്പർട്ടി ടാക്സ് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവർ തങ്ങൾക്ക് ലഭിച്ച നഷ്ടപരിഹാര തുക ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഇതിനിടെ പല ഹോട്ടലുകളും നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി താമസക്കാരോട് ഹോട്ടൽ ഒഴിയാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. നഗരത്തിൽ നടന്ന ആദ്യത്തെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് 400-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. റാമത്ത് ഗണിലെ കഫാൻ മക്കാബിയ ഹോട്ടലിൽ ഇനിയും 200-ലേറെ പേർ അവശേഷിക്കുന്നുണ്ട്. ഇവരെ അടുത്ത ആഴ്ച ആദ്യത്തോടെ ഒഴിപ്പിക്കുമെന്ന് ഹോട്ടൽ മാനേജ്മെന്റ് അറിയിക്കുന്നു. യുദ്ധത്തിന് മുമ്പ് അന്താരാഷ്ട്ര കായിക താരങ്ങളും ഇസ്രായേൽ സന്ദർശകരും ബുക്ക് ചെയ്ത റൂമുകൾ നൽകണമെന്നും അതിനാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഉടൻ ഒഴിഞ്ഞു പോകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വീടുകൾ നഷ്ടപ്പെട്ടവർ ഹോട്ടലുകളിലും ബന്ധുക്കളോടൊപ്പവും അപ്പാർട്ട്മെന്റുകളിലും വാടകയ്ക്കെടുത്തുമാണ് താമസിക്കുന്നത്. മിസൈൽ ആക്രമണത്തിൽ കൂടുതൽ വീടുകൾ തകർന്ന മേഖലകളിൽ കനത്ത വാടകയാണ് ഈടാക്കുന്നതെന്നും ഇത് പല കുടുംബങ്ങൾക്കും താങ്ങാൻ കഴിയുന്നില്ലെന്നും മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കുടിയൊഴിപ്പിച്ചവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ ധനസമാഹരണം തുടങ്ങിയിരുന്നു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 10,600-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുവെന്നും 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നുമാണ് ഇവർ അറിയിച്ച കണക്ക്. തെരുവുകൾ തകർന്നു കിടക്കുന്നു, ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായി, കടകൾ അടഞ്ഞുകിടക്കുന്നു, ശമ്പളം ഇല്ലാതായി, വീടുകൾ വാസയോഗ്യമല്ലാതായി, വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടു. 3 ലക്ഷത്തിലധികം റിസർവ് സൈനികരെ വിളിച്ചു വരുത്തി. പലരും അവരവരുടെ കുടുംബങ്ങളെയും ചെറുകിട ബിസിനസ്സുകളെയും ഉപേക്ഷിച്ചാണ് സൈനിക വൃത്തിക്ക് ഇറങ്ങിയത്. ആക്രമണ ബാധിത മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകൾ സ്തംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുന്നു. ഈ സഖ്യം ദിവസം തോറും വർദ്ധിക്കുന്നു. ഭൗതിക സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ പ്രയാസപ്പെടുന്നു. ഉടനടി സഹായം ലഭ്യമാക്കണം. ഇതായിരുന്നു ഓജൻ ആവശ്യപ്പെട്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.